ആരാണ് മൊണാലിസ? ലോകത്തുള്ള എല്ലാവരും ഇന്ത്യൻ മൊണാലിസയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൊണാലിസ വളരെ സുന്ദരിയാണ്. മൊണാലിസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുംഭമേള 2025 വളരെയധികം വൈറലായി മാറിയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കണ്ടാൽ മൊണാലിസയെ പോലെ, അവളുടെ കണ്ണുകൾ ശരിക്കും ഐശ്വര്യയെ പോലെ. അവളെ വർണ്ണിക്കാൻ നമുക്ക് അത്രയും കഴിയാത്ത രീതിയിലാണ് മൊണാലിസ. മൊണാലിസ മധ്യപ്രദേശിൽ വളർന്ന ഒരു പെൺകുട്ടി. വിദ്യാഭ്യാസം നേടിയിട്ടില്ല. അച്ഛനും അമ്മയും മാല വിറ്റാണ് ജീവിക്കുന്നത്. അത് കണ്ട് താനും മാലയും വിറ്റ് ജീവിക്കുന്നു. രുദ്രാക്ഷവും മറ്റും വിറ്റ് ജീവിക്കുന്ന ഈ മൊണാലിസ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്ത് രസമായ ചിരിയാണ് ആ പെൺകുട്ടിയുടെ. ഇപ്പോൾ എല്ലാവരും അവളുടെ അടുത്ത് ചെന്ന് വീഡിയോയും ഫോട്ടോസും എടുക്കുന്നു. അതുകൊണ്ട് തന്നെ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനും ശകാരിച്ചു കൊണ്ടിരിക്കുന്നു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല എന്നാണ് മൊണാലിസ പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യില്ല എന്നാണ് മൊണാലിസ പറയുന്നത്. ഇടയ്ക്കൊക്കെ ചീത്ത കേൾക്കാം അച്ഛൻ്റെയും അമ്മയുടെയും എന്നാണ് പറയുന്നത്. മൊണാലിസ വളരെ സുന്ദരിയും സുശീലയുമാണ്. കൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ പോലും മൊണാലിസയെക്കുറിച്ച് ചോദിക്കുന്നു. 144 വർഷത്തിന് ശേഷമാണ് ഇനി ഒരു കുംഭമേള ഉണ്ടാവുക. മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ 1,50,000-ഓളം ടെൻറ്റുകളാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂമും. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് മൊണാലിസയെക്കുറിച്ച് മാത്രമാണ്. വളരെ സുന്ദരിയായ മൊണാലിസ എവിടെ നിന്നും വന്നു, എങ്ങോട്ട് പോകുന്നു എന്നിങ്ങനെ. മൊണാലിസയ്ക്ക് സ്വന്തമായി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. മൊണാലിസയുടെ കച്ചവടത്തെ വരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊണാലിസയെ വൈറലായതിനു ശേഷം ചെല്ലുന്നവരെല്ലാവരും മൊണാലിസയെയാണ് തിരഞ്ഞു നടക്കുന്നത്. മൊണാലിസയ്ക്കൊപ്പം വീഡിയോയും ഫോട്ടോസും എടുക്കുന്നതിനുള്ള തിരക്കിലാണ്. മൊണാലിസയുടെ സ്വന്തമായുള്ള ആ ഫ്രീഡം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാടുവിടേണ്ട അവസ്ഥയാണ് മൊണാലിസയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും പിന്നാലെ വരുമ്പോൾ അച്ഛനും അമ്മയും ചീത്ത പറയുന്നു. ആയതിനാൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കുന്നതിനിടയിൽ ഫോൺ വരെ തട്ടിക്കളയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. കാരണം കച്ചവടമൊന്നും നടക്കുന്നില്ല. എല്ലാവരും കൂടെ പിന്നാലെ വന്ന് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നു. അത് കാരണാൽ അവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അവിടെ നടന്നു പോകുമ്പോൾ പ്രൊട്ടക്ഷനിലൂടെ നടന്നു പോകേണ്ട അവസ്ഥയായി മൊണാലിസയ്ക്ക് ഇപ്പോൾ. ആരാധകരെല്ലാം പിന്നാലെ കൂടിയിരിക്കുന്നു. ദേഷ്യം വന്ന മൊണാലിസ അവിടെയുള്ള ഫോൺ തട്ടിക്കളയുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. കാരണം സൗന്ദര്യം കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം